കർണാടകയിലെ കോലാറിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ച നഴ്സിനെ കുത്തിക്കൊന്നു. പ്രതിയെ പിടികൂടി കൈകാര്യം ചെയ്ത് നാട്ടുകാർ. പ്രണയത്തിന് നിർബന്ധിച്ചിരുന്നത് വിവാഹിതയായ സ്ത്രീയെ. കർണാടകയിൽ അവിടെ കോലാറിനടുത്തുള്ള ബംഗാരപ്പേട്ട് എന്ന സ്ഥലം വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഒരു നഴ്സിനെ കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. ബംഗാരപ്പേട്ട് താലൂക്കിലെ ഗുട്ടഹള്ളി ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു 27 വയസ്സുകാരിയാണ് സുജാത. ആ സുജാതയാണ് മരിച്ചത്. ആ കുത്തിക്കൊന്ന പ്രതിയുടെ പേര് ചിരഞ്ജീവി. ബംഗാരപ്പേട്ടിലെ ജിഗ്ജാഗ് എന്ന റോഡിലായിരുന്നു ഞെട്ടിക്കുന്ന ആ കൊലപാതകം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ പ്രതിയെ നാട്ടുകാർ പിടികൂടുക മാത്രമല്ല, അത്യാവശ്യം കൈകാര്യം ചെയ്യുകയും ചെയ്തു. ആ പ്രതി നടത്തിയ ക്രൂരകൃത്യത്തിന് അവിടെ നിന്ന സ്ത്രീകൾ ഉൾപ്പെടെ ചേർന്ന് ചെരുപ്പ് കൊണ്ട് അടിക്കുന്നത് കാണാമായിരുന്നു നമുക്ക്. വിവാഹം കഴിക്കാൻ നിരന്തരം വിസമ്മതിച്ചിരുന്നു ആ സ്ത്രീയെ ഇയാൾ. ആ വിസമ്മതത്തെ തുടർന്നാണത്രേ ആ സ്ത്രീയെ ഇത്ര ദാരുണമായി കൊന്നത്. സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തിരുന്ന സുജാത 3 മാസം മുമ്പാണ് അവിടെ അടുത്തുള്ള നരസപുരയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. സുജാത ജോലിക്ക് പോകുന്ന സമയമായിരുന്നു. അവിടെ കോലാറിന് സമീപം ചിരഞ്ജീവി അവളെ തടഞ്ഞു വെക്കുന്നു. അയാൾ അവളെ പലതവണ കുത്തി. അങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുജാത മരിച്ചു. ആദ്യ കുത്തേറ്റപ്പോഴുള്ള നിലവിളിയിലാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. നാട്ടുകാരിൽ ചിലർ ആ സംഭവം കാണുകയും ചെയ്തു. പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുന്നത് വരെ അവർ ചിരഞ്ജീവിയെ പിടിച്ചു നിർത്തി, തടഞ്ഞു നിർത്തി, നേരത്തെ കണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഈ സുജാത വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായിരുന്നു. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു സുജാത. ഈ ചിരഞ്ജീവിയും വിവാഹിതനാണ്. അയാൾക്കുമുണ്ട് 2 കുട്ടികൾ. ഹോസ്കോട്ടിലെ ഇൻഡസ് ബാങ്കിലെ ജീവനക്കാരനാണ് ആ പ്രതി. ഒരു ധനകാര്യ കമ്പനിയിൽ നേരത്തെ ജോലി ചെയ്യുന്നതിനിടയിലാണ് സുജാതയെ പരിചയപ്പെട്ടതെന്നും പണപ്പിരിവ് നടത്താൻ പോകും ആ കമ്പനിക്ക് വേണ്ടി. അങ്ങനെയാണ് പണപ്പിരിവ് നടത്തുന്നതിനിടയിലാണ് സുജാതയെ അടുത്തറിയുന്നതെന്നും ഈ ചിരഞ്ജീവി പോലീസിനോട് പറഞ്ഞു. ആഴ്ചകളായി ഇയാൾ സുജാതയെ വിവാഹത്തിന് നിർബന്ധിച്ച് ഇങ്ങനെ പിന്നാലെ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് വിവരം. വീട്ടുകാർ നൽകുന്ന വിവരമാണ്. ഈ പ്രതിയുടെ നിരന്തരമായിട്ടുള്ള ഈ ശല്യത്തെക്കുറിച്ച് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നതാണ് സുജാതയും ആ വീട്ടുകാരും. പക്ഷേ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു, എൻ്റെ മകളുടെ പരാതി അന്ന് പോലീസ് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ ജീവിച്ചിരിക്കുമായിരുന്നുവെന്ന്. എന്താണെങ്കിലും സുജാത വിവാഹിതയാണ് എന്നറിഞ്ഞിട്ടും തന്നെ വിവാഹം കഴിക്കാൻ ചിരഞ്ജീവി അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ സമയത്തും സുജാത അതിന് വിസമ്മതിച്ചു. ഇത് അവർക്കിടയിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായി എന്നാണ് റിപ്പോർട്ട്. പ്രണയം നിരസിച്ചതാണ് പ്രതിയെ ചൊടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു, റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ, കൂടുതൽ തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ് പോലീസ്. ഒരു വിവാഹിതയായിട്ടുള്ള 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള സ്ത്രീയാണ് മറ്റൊരു വിവാഹിതനായിട്ടുള്ള പുരുഷൻ വീണ്ടും വിവാഹം കഴിക്കണമെന്ന നിർബന്ധത്തിൽ പ്രണയം തലക്ക് പിടിച്ച് കുത്തിക്കൊന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.